ബസ്സുകൾക്കിടയിൽപ്പെട്ട് ബാങ്ക് ഉദ്യോഗസ്ഥൻ മരിച്ച കിഴക്കേക്കോട്ടയിൽ ഗതാഗത വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് പ്രവർത്തിക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ നേരത്തെയുള്ള പ്രഖ്യാപനം പാഴ്വാക്കായി. ബസ്സുകളുടെ സമയക്രമം ഉൾപ്പെടെ പരിശോധിക്കും, അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കും എന്നിങ്ങനെയായിരുന്നു അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിൻ്റെ പ്രഖ്യാപനം. 2022 അദ്ദേഹം ഇത് പറഞ്ഞത്. 24 ബ്രേക്കിംഗ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെ ഒരു യൂണിറ്റ് ഇനി മുതൽ കിഴക്കേക്കോട്ടയിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അവരുടെ കർശനമായ മേൽനോട്ടത്തിൽ ആ എൻഫോഴ്സ്മെന്റ് വിങ് ഈ സമയക്ലിപ്തത പാലിക്കുന്നുണ്ടോ, വണ്ടികൾ ഡെസ്റ്റിനേഷനിൽ പോകുന്നുണ്ടോ, പിന്നെ അവിടെ നിന്ന് തന്നെയാണ് പുറപ്പെടുന്നത്, ഇതെല്ലാം കർശനമായി നിരീക്ഷിക്കും. കിഴക്കേക്കോട്ടയിൽ അനധികൃതമായ അത്തരം വാഹനങ്ങളുടെ പാർക്കിംഗ് കർശനമായി നിരോധിക്കും. ജനുവരി 5 മുതൽ വളരെ കർശനമായ പരിശോധന ഇക്കാര്യത്തിൽ കിഴക്കേക്കോട്ട കേന്ദ്രീകരിച്ചുണ്ടാവും. ഇതാണ് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ജനങ്ങളോട് പറഞ്ഞത്. എല്ലാ വാർത്താമാധ്യമങ്ങളും ഈ വാർത്ത ക്യാരി ചെയ്തു, പക്ഷേ ഒന്നും നടന്നില്ല. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം മാലിക്, യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരും, പാവപ്പെട്ട ആളുകളുടെ ജീവൻ പൊലിയും, അതുതന്നെയാണ് സംഭവിക്കുന്നത്. പറയൂ. ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം 2022 ഡിസംബറിൽ പറഞ്ഞതാണ് 2023 ജനുവരി 5 കിഴക്കേക്കോട്ടയിൽ അത്തരത്തിലൊരു എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് ആരംഭിക്കും. അത് മുഴുവൻ നിയമലംഘനങ്ങളും പരിശോധിക്കും, ഇവിടുത്തെ അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിലാണ്. അങ്ങനെ ഒരു എൻഫോഴ്സ്മെൻറ്റ് വിങ്ങും ഇവിടെ ആരംഭിച്ചിട്ടില്ല. ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലായിട്ടില്ല. അത് ഈ വാഗ്ദാനം 1 മാസത്തിനുള്ളിൽ നടപ്പിലാകുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മന്ത്രി പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടിട്ട് ഒരു അടി പോലും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നില്ല എന്നുള്ളത് മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് വിങ് പോട്ടെ, ഏതെങ്കിലും തരത്തിൽ കാര്യമായൊരു പരിശോധന ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കാരണം ഈ തലസ്ഥാന നഗരത്തിലെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നൊരിടം ഇപ്പോൾ ഈ സ്ഥലമാണ്. ഇവിടുത്തെ മത്സരയോട്ടം, സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും തമ്മിലുള്ള മത്സരയോട്ടം കാരണമാണ് ഓരോ വർഷവും നിരവധി ജീവനുകൾ പൊലിയുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ മാത്രം 3 ജീവനുകൾ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ പൊലിയുന്നൊരു സാഹചര്യമുണ്ടായി. നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ സീബ്ര ക്രോസിലാണ് ആ മനുഷ്യൻ, ഉല്ലാസ് മുഹമ്മദ് എന്ന മനുഷ്യൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെയും ഒരു KSRTC ബസ്സിൻ്റെയും നടുവിൽ ഞെരിഞ്ഞമർന്ന് ജീവൻ പൊലിഞ്ഞത്. അതിന് വളരെ മുൻപ് മറ്റൊരു മനുഷ്യൻ 2 മാസം മുൻപ് മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. 6 മാസം മുൻപ് മറ്റൊരു സ്ത്രീ ഈ സ്ഥലത്ത് മരിച്ചു. മാത്രമല്ല, ഓരോ ദിവസവും ഇവിടെ അപകടങ്ങളും തുടർക്കഥയാകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോഴൊന്നും ഈ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരു തരത്തിലുള്ള നിയമവും പാലിക്കുന്നില്ല. അതിന് എൻഫോഴ്സ്മെൻറ്റ് വിങ് പോട്ടെ, കൊള്ളാവുന്ന ഒരു പരിശോധന പോലും ഇവിടെ ഉണ്ടാകുന്നുമില്ല. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ, ആ നോർത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഈ നോർത്ത് ബസ് സ്റ്റാൻഡ്, ഇത് KSRTC സ്റ്റാൻഡിൻ്റെ ഈ വേലി എന്നോണം ഈ ബാരിക്കേഡ് പോലെ ഇരിക്കുന്ന ഈ സാധനം വെച്ച് തിരിച്ചിരിക്കുകയാണ് ഈ നോർത്ത് ബസ് സ്റ്റാൻഡിലേക്ക്. അവിടേക്ക് കയറണമെങ്കിൽ സാധാരണഗതിയിൽ അത്തരത്തിൽ റോഡ് ബേ ഏതെങ്കിലും തരത്തിലൊരു ബസ് സ്റ്റാൻഡിന് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു എൻട്രൻസും ഉണ്ടാകും, ഒരു എക്സിറ്റും ഉണ്ടാകും. കൃത്യം ആ എൻട്രൻസിലൂടെ കയറണം, ആ എക്സിറ്റിലൂടെ പുറത്തു പോകണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തോന്നിയ പടിയാണ് KSRTC ബസ്സുകൾ ഇതിനകത്തേക്ക് കയറുന്നത്, തോന്നും പോലെയാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഇവിടെ വാഹനങ്ങളുടെ കുറവ്. അങ്ങനെ ഈ തോന്നും പടി കയറുമ്പോൾ ഇവിടെ വലിയ ബ്ലോക്കാകും. ഒരു സൈഡിൽ നിന്നൊരു വാഹനം ഇറങ്ങുകയും മറ്റേ സൈഡിൽ നിന്ന് മറ്റൊരു വാഹനം പുറത്തു പോവുകയും ചെയ്യുന്നതോടുകൂടി സമാനതകളില്ലാത്ത ബ്ലോക്ക് ഇവിടെ ഉണ്ടാകും. അതിനിടയിൽ ഇവിടെ ഈ നോർത്ത് ബസ് സ്റ്റാൻഡ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ബാരിക്കേഡ്, ഈ വേലിക്ക് തൊട്ടിപ്പുറത്താണ് പ്രൈവറ്റ് ബസ്സുകൾ നിരത്തി പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവർ തമ്മിലൊരു മത്സരമുണ്ടാകും. അതോടുകൂടി സമാനതകളില്ലാത്ത ഗതാഗതക്കുരുക്കുണ്ടാകുന്നു, അപകടമുണ്ടാകുന്നു. അതാണ് ഇവിടുത്തെ സ്ഥിരം കാഴ്ച. പക്ഷേ ഇവിടെ സ്വകാര്യ ബസ്സുകൾക്ക് ഈ KSRTC ബസ്സിൻ്റെ നിയമലംഘനം അവിടെ നിൽക്കട്ടെ, ഈ സ്വകാര്യ ബസ്സുകളും ഇവിടേക്ക് പാർക്ക് ചെയ്യാൻ അവർക്ക് അനുമതിയില്ല. ഇത് അവരുടെ പാർക്കിംഗ് സ്ഥലവുമല്ല. നേരത്തെ നമ്മൾ തന്നെ നേരിട്ട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ നേരിട്ട് കണ്ട് ഇവിടുത്തെ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു പരിശോധന നടത്തുകയും അതിന് പിന്നാലെ, ആ പരിശോധനയ്ക്ക് പിന്നാലെ കാര്യമായ ഒരു മാറ്റം ഇവിടെ 2 ദിവസത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നാലെ എല്ലാം പഴയപടിയായി. ഇന്നിപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം വലിയ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. നാളെ കഴിഞ്ഞും അതെല്ലാ ദിവസവും അതങ്ങനെ തുടരുമോ എന്ന് മാത്രമാണ് നമുക്ക് കാത്തിരിക്കേണ്ടത്. SKN. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മന്ത്രിമാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. അപ്പോൾ അതായിരിക്കണം അവർ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. പ്രഖ്യാപനങ്ങൾ നടത്തുക, അത് കഴിയുമ്പോൾ അത് മറവിയിലേക്ക് തള്ളുക. പിന്നീട് ഒരു അപകടം വരുമ്പോൾ വീണ്ടും ആളുകൾ അത് ഓർമ്മിച്ചെടുക്കും.